മലപ്പുറത്ത് മദ്യപാനിയുടെ ആക്രമണത്തിൽ KSRTC കണ്ടക്ടർക്ക് സാരമായ പരിക്കേറ്റു. മലപ്പുറം പുത്തനത്താണിയിലാണ് ബസ് ചാർജ് ചോദിച്ചതിനെ ചൊല്ലി തർക്കമുണ്ടായതും കല്ലേറുണ്ടായതും. പാലാ ഡിപ്പോയിലെ കണ്ടക്ടർ സന്തോഷിൻ്റെ വായ്ക്കുള്ളിൽ 23 തുന്നലുണ്ട്. ബസ്സിൽ കയറിയ മദ്യപാനി ബസ് ചാർജ് തന്നില്ല എന്നും മദ്യം വാങ്ങുമ്പോൾ നികുതി കൊടുക്കുന്നുണ്ട് എന്നുമാണ് മറുപടി പറഞ്ഞത്. ഇയാളെ മറ്റ് യാത്രക്കാരും ബസ് ജീവനക്കാരും ചേർന്ന് ഇറക്കി വിടുകയായിരുന്നു. CB അനുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. അനുമോദ്, എന്താണ് സംഭവിച്ചത് പുത്തനത്താണിയിൽ? സുരേഷ്, ഇന്നലെ രാത്രി 11:30ഓടെയാണ് സംഭവം ഉണ്ടാകുന്നത്. കണ്ണൂരിൽ നിന്നും പാലയിലേക്ക് പോവുകയായിരുന്നു KSRTC. പുതിരത്താണിയിൽ നിന്നും ബസ്സിൽ കയറിയ ഈ യാത്രക്കാരൻ, ഇയാളൊരു ചെറുപ്പക്കാരനാണെന്നാണ് പറയുന്നത്. അയാള് മദ്യപിച്ച് മദ്യലഹരിയിലായിരുന്നു. തുടർന്ന് ബസ് ചാർജ് നൽകാനാകില്ലെന്ന് പറയുകയും ബഹളം വെക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് തൊട്ടടുത്ത് തന്നെ ഇയാളെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ബസ്സിൽ നിന്ന് ഇറക്കി വിട്ട പാടെ ഇയാൾ ബസ്സിന്റെ പുറകിൽ ഗ്ലാസ്സിലേക്ക് കല്ലെറിയുകയായിരുന്നു. ആ കല്ല് ഗ്ലാസ് തുളച്ച് ഉള്ളിലെത്തി കണ്ടക്ടർക്ക് മുഖത്താണ് കൊണ്ടത്. വായ്ക്കുള്ളിൽ 23 സ്റ്റിച്ചുകളാണ് ഇടേണ്ടി വന്നത്. അനുമോദ് ഒന്ന് തുടരുക. ആ ബസ്സിന്റെ ഡ്രൈവറായിരുന്ന ജോബി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോബി, എന്താണ് താങ്കളുടെ സഹപ്രവർത്തകന് സംഭവിച്ചത്? സംഭവം എന്തെന്ന് ചോദിച്ചാല്, കൈ നീട്ടി ബസ്സിൽ കയറി, കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ, പൈസ ഇല്ലെങ്കിൽ ഇവിടെ യാത്ര അവസാനിച്ച് ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞപ്പോൾ അവിടെ ഇറങ്ങുകയും ബസ് മുന്നോട്ട് എടുത്തപ്പോൾ പുറകിൽ നിന്ന് ഒരു കല്ലെടുത്ത് ബസ്സിന്റെ ചില്ലിന് എറിയുകയായിരുന്നു. ആ ചില്ല് തുളച്ച് കല്ല് വന്ന് കണ്ടക്ടറെ മുഖത്ത് പതിച്ച് മേൽചുണ്ടിനകത്ത് സ്റ്റിച്ചുള്ള ഭയങ്കര മുറിവുണ്ടായി. ഇയാൾ അവിടെ ബസ്സിനകത്ത് ബഹളം വെക്കുകയൊക്കെ ചെയ്തോ ജോബി? ബസ്സിനകത്ത് അധികം നേരം ഇല്ല. ബസ് കയറി പൈസ ഇല്ല, ഞാൻ ഈ പൈസ ഇല്ലാതെ യാത്ര ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതേപോലെ പൈസ ഇല്ല യാത്ര ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞ് യാത്രക്കാരും കൂടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞത് ഇറങ്ങി അങ്ങ് മാറിയിട്ട് ബസ് എടുത്തത് കല്ലെടുത്ത് എറിയുമായിരുന്നു. ജോബി, ഇയാൾ നല്ല മദ്യലഹരിയിലായിരുന്നു തോന്നുന്നു. ഞാൻ ഫ്രണ്ടിലല്ലായിരുന്നു, ഞാൻ ബസ് ഓടിക്കുമായിരുന്നല്ലോ. ഇത് ബൈക്കിലാ സംഭവം നടന്നേക്കുന്നത്. എന്നാലും മദ്യലഹരിയിലായെന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞേക്കുന്നത്. കണ്ടക്ടർ പിന്നിലായിരിക്കും, കാരണം ഡോറിന്റെ അവിടെ ആയിരിക്കും ആ സമയത്ത്, അല്ലേ? കണ്ടക്ടർ പിന്നില്ല, ഇത് പുറകെ കൂടെ കയറിയത്. അപ്പൊ പിന്നിൽ ചെന്നാണ് ആ വണ്ടിക്കൂലി ചോദിച്ചത്, യാത്രക്കൂലി ചോദിച്ചത്. അപ്പൊ പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോ ഇറങ്ങി ഡോർ അടച്ച് ബസ് എടുത്തത് പുറകെ നേറിയായിരുന്നു. കറക്റ്റ് ചില്ല് തുളഞ്ഞ് കണ്ടക്ടറെ മുഖത്ത് വന്ന് കൊള്ളുമായിരുന്നു. മുഖം മൊത്തം നീര് വെച്ചിരിക്കുക. ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ, എങ്ങനെയുണ്ട് ജോബി? ആരോഗ്യം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റത്തില്ല. മൊത്തം നീരാണ്, വാതിറക്കത്തില്ല. മാത്രമല്ല, നിങ്ങളൊക്കെ നിങ്ങളുടെ സ്വന്തം ജോലി ചെയ്യുക, അപ്പോൾ കൂലി വാങ്ങുക അല്ലെങ്കിൽ കൂലി ചോദിക്കുക എന്നൊക്കെ പറയുന്നത് സാധാരണമാണ്. നമ്മൾ ജോലിക്കിടെയാണ് ഇങ്ങനെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്, അല്ലേ? മറ്റ് ഈ പറയുന്നത് പോലുള്ള പോലീസ് കേസോ അന്വേഷണമോ അങ്ങനെ വല്ലതും ഉണ്ടോ ജോബി? ഉണ്ട്. അപ്പൊ തന്നെ ഇവിടുന്ന് പോലീസുകാർ അവിടെ വന്നു. പോലീസാണ് ആദ്യം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പോൾ മുറിവ് കൂടുതലാണ്, ഇവിടെ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ് കോട്ടക്കൽ അൽമാസ് എന്ന് പറഞ്ഞ വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ശിക്ഷിച്ച പോലീസ് തന്നെയാണ് തിരിച്ച് ഞങ്ങളെ ബസ്സെ കൊണ്ടുവന്ന് വിടുന്നത്. ഇയാൾ അവിടെ പുത്തനത്താണിയിൽ വെച്ചാണ് കയറാൻ ശ്രമിക്കുന്നത്, അല്ലേ? എങ്ങോട്ടാണ് പോകുന്നത്, അങ്ങനെ വല്ലതും പറഞ്ഞോ? എനിക്ക് തൊട്ടപ്പുറത്ത് ഇറങ്ങിയാൽ മതി, ഞാൻ പൈസ ഇല്ല, എനിക്ക് തൊട്ടപ്പുറത്ത് ഇറങ്ങിയാൽ മതി, ഞാൻ അപ്പുറം ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. ഈ പുത്തനത്താണിക്കാരൻ തന്നെയാണോ ഇയാള്? കറക്റ്റ് വിവരങ്ങളൊന്നും അറിയത്തില്ല. CCTVക്കകത്ത് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാൻ പോലീസുകാർ പരിശോധിക്കുന്നുണ്ട്. അല്ല ജോബി, ഒരു സംശയം കൂടെ. ഇപ്പോൾ ഈ വാർത്ത നൽകുമ്പോൾ അനുമോദ് പറയുകയായിരുന്നു, ഞാൻ സർക്കാരിന് നികുതി കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് കൂലി തരുന്നില്ല എന്ന്. അപ്പോൾ പൂർണ്ണമായും മദ്യലഹരിയിലൊന്നും പറയാനും പറ്റില്ല. ഇതെന്താണെന്ന് അറിയത്തില്ല. ഇത് മരുന്നുകൾ ഉപയോഗിച്ചാണോ ഒന്നും അറിയത്തില്ല. വളരെയധികം നന്ദി. നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല, നമ്മൾ ഫ്രണ്ടിലല്ലായിരുന്നോ? റൈറ്റ്, വളരെയധികം നന്ദി അനുമോദ്. ഇതാണ് ഇപ്പോൾ ബസ്സിന്റെ ഡ്രൈവർ പറയുന്നത്. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ആശുപത്രി ഈ പറയുന്നത് പോലെ തുന്നിക്കെട്ടും നീരും എല്ലാം ഉണ്ട്. അനുമോദ്, ഈ പ്രതിയുടെ അവസ്ഥ എന്താണ്? ഇയാളെ പോലീസ് കസ്റ്റഡിയിലാണോ? എന്താണ് അനുമോദ്? ഇയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. പോലീസ് ഇപ്പോൾ കൽപ്പഞ്ചേരി പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. നമ്മൾ സ്റ്റേഷനിൽ സംസാരിച്ചിരുന്നു. ആ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്, ഇയാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഈ ബസ് വരുന്നതിന് മുൻപ് അയാൾ കുറച്ചു നേരം അവിടെ ബഹളം ഉണ്ടാക്കിയതായിട്ടൊക്കെ പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ ഇയാളുടെ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ട് ഇയാളെ തിരിച്ചറിഞ്ഞ് കസ്റ്റഡി എടുക്കാനാണ് പോലീസിന്റെ നീക്കം. റൈറ്റ്, മലപ്പുറം പുത്തനത്താണിയിലാണ് സംഭവം. അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം മൃഗശാലയിൽ ജീവനക്കാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ